നമ്മൾ റിഫാസിനൊരു റോഡും റീലും എടുക്കാൻ വന്നത് ബൈക്ക് കാസ്റ്റ് അന്ന്. ഇതാണ് നമ്മുടെ തോട്ടപ്പള്ളി സ്റ്റാർ ടാക്കിൾസ് എന്ന് പറഞ്ഞ ഷോപ്പിലാക്കും. നമ്മുടെ ഹൈവേൻ്റെ അവിടുന്ന് ഒരു ചെറിയൊരു കട്ടുണ്ട്, തോട്ടപ്പള്ളി ഫിൽവേ കയറുന്നതിന് മുന്നേ. അവിടുന്ന് നേരെ റൈറ്റ് എടുക്കുക, ആലപ്പുഴയിൽ നിന്ന് വരുന്നവർക്ക്, ഹരിപ്പാട് ആ ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് ലെഫ്റ്റ് എടുക്കുക. ഞങ്ങൾ നേരത്തെ ഷോപ്പിനകത്തേക്ക് കയറാം. ഇതാണ് ഷോപ്പ്. ബാക്കി നമുക്ക് ഷോപ്പിനുള്ളിൽ ചെന്നിട്ട് ഡീറ്റെയിൽസ് പറയാം. ഇപ്പോൾ കാശ് നമ്മൾ ഷോപ്പിലെത്തി. ഇതാണ് നമ്മളെ പിരിച്ചേട്ടൻ. ഇതാണ് പിരിച്ചേട്ടൻ്റെ ഷോപ്പ്. റിഫാസിന് റീലെടുക്കാൻ വന്ന ചേട്ടാ. കളക്ഷൻ ഒന്നാണ് ചേട്ടാ. കളക്ഷൻസ് നമ്മുടെ കിടക്കുന്നൊക്കെ തന്നെയാണ് കളക്ഷൻസ്. ഇത് ന്യൂറിന്റെ സെക്ഷനാണ് കാണുന്നത്. ന്യൂറ് എല്ലാ ഐറ്റംസും ഉണ്ട്. ടോപ്പ് വാട്ടർ, മിഡ് വാട്ടർ, ഡീപ്പ്, പിന്നെ എല്ലാ പോപ്പേഴ്സ്, അതായത് നമുക്ക് സാൾട്ട് വാട്ടറും പിന്നെ ഫ്രഷ് വാട്ടറിലെല്ലാം ഉപയോഗിക്കാൻ പറ്റിയ പല വെറൈറ്റി ഐറ്റംസ് ആണ് കിടക്കുന്നത്. അത്യാവശ്യം ലൂർ കളക്ഷൻ ഉണ്ടല്ലോ, എല്ലാം നല്ല ഐറ്റംസ്. പിന്നെ ഇത് ഷാഡിന്റെ ഐറ്റംസ് ആണ്, റബ്ബർ ടൈപ്പ് ഷാഡിന്റെ ഐറ്റംസ് ആണ് ഇതെല്ലാം. അങ്ങനെ അത് കുറേ അതിന്റെ ചെറിയ ടൈപ്പ് ഷാഡ് എല്ലാം ഉണ്ട്. അൾട്രാലൈറ്റിന് യൂസ് ചെയ്യാൻ പറ്റിയ കുഞ്ഞു കുഞ്ഞു ഷാഡുകൾ, ഐറ്റംസ്, വേംസ് കാര്യങ്ങൾ എല്ലാം കിടപ്പുണ്ട്. പിന്നെ അങ്ങോട്ട് പോകുകയാണെങ്കിൽ ഇപ്പോഴത്തെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ അത്യാവശ്യം കണ്ടീഷനുള്ള സാധനം എല്ലാം കിടപ്പുണ്ടല്ലേ. ലൂർ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഡീപ്പ് വാട്ടർ, ടോപ്പ് വാട്ടർ എല്ലാം കിടപ്പുണ്ട്. നമ്മുടെ വാഹക്കും അല്ല വാമി കടലിൽ യൂസ് ചെയ്യാനാണെങ്കിൽ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് സ്ട്രിമ്പും കാര്യങ്ങളൊക്കെ, സ്ട്രിമ്മിന്റെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ചെറിയ മോഡൽ, വലിയ ടൈപ്പ് സ്ട്രിമ്പ് അല്ലേ ഉണ്ട്. ഇത് പിന്നെ നമ്മുടെ അമൂറിനടിക്കുന്ന സ്റ്റുഡ് അല്ലേ, സ്റ്റുഡ് ലൂർ ആണത്. ഇത് അത്യാവശ്യം ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. നല്ല റിസൾട്ട് ഉള്ള സംഭവമല്ലേ. 250 രൂപ, 350 രൂപ അങ്ങനെ പല സെക്ഷൻ ഉണ്ട്. ആ ഒരു ബഡ്ജറ്റ് അല്ലേ. പിന്നെ ഇതിന്റെ തന്നെ റബ്ബർ ടൈപ്പ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇതുകൊണ്ട് തന്നെ റബ്ബർ മോഡൽ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഹുക്ക് അറ്റാച്ച് ചെയ്യുന്ന ടൈപ്പ് അല്ലേ. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും പിന്നെ ഫ്രോഗ്, നമ്മുടെ റിയൽ വാരിയർ ഉണ്ട്, പെക്സോ ഉണ്ട്, ലൂക്കാനോ ഉണ്ട്, ബ്രാവോ, ഫ്രോഗി, എല്ലാം അത്യാവശ്യം നല്ല ഫ്രോഗുകളല്ലേ. ഫ്രോഗിന്റെ ഐറ്റംസ് നമുക്ക് ഇത് സ്റ്റാർട്ടിങ് 150 രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ഒക്കെ വരുന്ന ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ ഉള്ള കളക്ഷൻ 150 തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നതാണ്. ഒരു ബഡ്ജറ്റ് ഒതുങ്ങി അത്യാവശ്യം ഫണ്ടൊന്നും ഇല്ലാത്തവർക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റിയ 50, 180 വഴി. പിന്നെ താഴത്ത് നോക്കുകയാണെങ്കിൽ ആൻമേഡ് ഫ്രോഗുകളായി കിടക്കുന്നതല്ല, ഇതെല്ലാം 300 തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നതാണ്. 340 അങ്ങനെ 400 മുകളോട്ട് പോകും. ഈ ബ്രാവോ ഐറ്റംസ്, ലാർട്ട്, പെക്സോ എല്ലാ ഐറ്റംസും എല്ലാം അത്യാവശ്യം നല്ല ഫ്രോഗ്. ഓക്കെ, ഇതാണ് നമ്മുടെ ലൂർ സെക്ഷൻ അല്ല. പിന്നെ നമ്മുടെ റീല്, ഇതാണ് റീല്. ഇത് നമ്മുടെ റിഫാസിന് നോക്കാൻ വേണ്ടി നെക്സാവ, ഷിമാനോ നെക്സാവ, അത്യാവശ്യം സ്പെക്കും കാര്യങ്ങളുള്ള റീല. അത്യാവശ്യം കുഴപ്പമില്ല. ഇതാണ് നമ്മൾ ബൈക്ക് കാസ്റ്റ് എടുക്കാനാവുന്നത്. ഇതാണ് റിഫാസിന് ആർക്കിൻ്റെ ക്രൂസ്. ഇതാണ് അതിൻ്റെ സ്പെക്ക്. അതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞല്ലോ. ഇത് നമ്മുടെ ആർച്ചിന്റെ ക്രൂസ് എന്ന് പറഞ്ഞ മോഡൽ അത്യാവശ്യം നല്ല റീലാണ്. അതായത് ലൈറ്റ് വെയിറ്റ് റീലാണ്, പക്ഷെ നല്ല ഡ്രാഗ് കപ്പാസിറ്റി, 9 kg ഡ്രാഗ് കപ്പാസിറ്റി ഉള്ള റീലാണ്. നല്ല ഗിയർ റേഷ്യോ 7:1 ഗിയർ റേഷ്യോ ഉണ്ട്. 8 kg ഡ്രാഗ് കപ്പാസിറ്റി. സോറി, ഇതിന്റെ കവർ ഇല്ലല്ലോ, 9 kg ആണ് ഇതിന്റെ ഡ്രാഗ് കപ്പാസിറ്റി. 9 kg ഡ്രാഗ് കപ്പാസിറ്റി, 7:1 ഗിയർ റേഷ്യോ. പിന്നെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ 175 ഗ്രാം, 170 ഗ്രാം വെയിറ്റ് ഉണ്ട്. ലൈറ്റ് വെയിറ്റ് അല്ലേ, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു റീലായി. ഹാൻഡിൽ ചെയ്യാനും സുഖമാണ്. നല്ല സുഖമാണ്. അത്യാവശ്യം ഹെവി ഗെയിമൊക്കെ കളിക്കാൻ പറ്റിയ ലൈറ്റാണ്. നല്ലൊരു സെലക്ഷനാണ് നിങ്ങൾ എടുക്കുന്നത്. ഇതാണ് നമ്മുടെ ചെറുക്കൻ എടുക്കാൻ പറ്റുന്നത്. ഇതിൽ നമ്മുടെ അടുത്ത വീഡിയോകളിലൊക്കെ ഇതായിരിക്കും. പിന്നെ അതേ വരുന്നത് നമ്മുടെ FX, എല്ലാവർക്കും അറിയാം, ഇത് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. FX 4000. പിന്നെ അത്യാവശ്യം കളക്ഷനൊക്കെ ഇനി വരാനുള്ളൂ. ഇതൊക്കെ അൾട്രാലൈറ്റ് ബൈക്ക് കാസ്റ്റ് സെക്ഷൻ. ഇതാണ് കാസ്റ്റിങ്ങിന് ബൈക്ക് കാസ്റ്റ് ഇപ്പോൾ ഇരിക്കുന്ന 1300 തൊട്ട് സ്റ്റാർട്ടിംഗ് ഒക്കെ ഇരിക്കുന്നത്. പിന്നെ പ്രൊഡൈറ്റർ, DC, കാസ്റ്റിങ്ങിൻ്റെ റോഡ്, പിന്നെ സീസറിൻ്റെ റീലുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്റ്റോക്ക് ഔട്ടല്ലേ, വരുന്നുണ്ട്. ബ്രൈഡൊക്കെ റെക്കിമാരും അത്യാവശ്യം ബ്രാൻഡഡ് ബ്രൈഡൊക്കെ. ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും സ്ലിംഗ് ഷോട്ടിൻ്റെ റബ്ബർ, അതിൻ്റെ ആരോ ഉണ്ട് ബേസ് മോഡല്. പിന്നെ അതിൻ്റെ മോഡല് 2500 ലേസർ ടൈപ്പ്, പിന്നെ സ്പിയർ ഗണ്ണ്, അങ്ങനെ ഐറ്റംസ് ഒക്കെ ഉണ്ട്.
നമ്മുടെ ഷോപ്പ് വരുന്നത് തോട്ടപ്പള്ളി സ്പിൽവേൻ്റെ അവിടുന്ന് ഇത് നമ്മുടെ ആ റോഡിൻ്റെ അവിടുന്ന് ഇവിടുന്ന് ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൽ കയറി ഒരു അതിൽ താഴ്ത്തുന്ന ഒരു 2 നില ബിൽഡിങ്. ഞാൻ അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് കയറി ആകുമ്പോഴത്തേക്കും കാണിച്ചു തരാം. പിന്നെ ഇതാണ് നമ്മുടെ റോഡ് സൈഡ്. ഇതാണ് ബൈക്കാസ് സ്ട്രീറ്റ്. ബൈക്കാസിൽ പിന്നെ പാസ് ചെയ്താടാ റോഡ് ഏതാ? അത് ലുക്കാരുടെ പുതിയ മോഡലാണ് കോസ്റ്റ് ബ്ലേഡ് എന്ന് പറയുന്നത്. ഇതിന് 2 ടോപ്പ് സെക്ഷൻ വരുന്ന ഒരു ഐറ്റമാണ്. ഹെവിയും മീഡിയം അല്ലേ? ഒരെണ്ണം മീഡിയം ഹെവി വരും. ഒരു ടോപ്പ് സെക്ഷനോട് ഇത് അവൈലബിൾ ആണ്. ആണല്ലേ? ഇതാണ് നമ്മുടെ റോഡ്. കാര്യങ്ങളൊക്കെ കിട്ടും. ഇതാണ് നമ്മുടെ റോഡ് വരുന്നത്. മീഡിയം ഹെവി MH റോഡ്. 2 ടോപ്പ് സെക്ഷൻ ആയതുകൊണ്ട് 2 യൂസ് ചെയ്യാം. കോംബോ ഒക്കെ എടുക്കത്തില്ല അണ്ണാ? പിന്നെ കോംബോ സെക്ഷൻ നമുക്ക് ഒരു 2000 രൂപയൊക്കെ സ്റ്റാർട്ടിങ് വരും അല്ലേ? മെറ്റൽ റീൽ, പ്ലാസ്റ്റിക് അല്ല, മെറ്റൽ റീലും 2 പീസ് റോഡും കൂടെ പ്രൈഡും പിന്നെ ഒരു പ്രോഗ്രാമിലും കൂടെ 2000 രൂപ സ്റ്റാർട്ടിംഗ് ഒക്കെ വരുന്നുണ്ട്. അത് അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ഒരു കോംബോ. വലിയ കുഴപ്പമില്ലാത്ത ഐറ്റംസ് ഒക്കെ സെറ്റാണ്. ഫുൾ സെറ്റ് ആയിട്ടാണോ? ഫുൾ സെറ്റായിട്ട് റോഡ് റീൽ പ്രൈഡ് പിന്നെ അതിൻ്റെ ഒരു ടൈപ്പ് ഫ്രോഗും. ഫസ്റ്റ് ബിഗിനേഴ്സിനൊക്കെ പറ്റിയതാ. പിന്നെ വേണമെങ്കിൽ മേളിലോട്ടാണെങ്കിൽ പറഞ്ഞാൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അത് അതേപോലെ കറക്റ്റ് ചെയ്ത് തരും. ഓക്കെ. ഇതേ പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇതേ നമ്മുടെ പിന്നെ ബൈറ്റ് ഫിഷിങ്ങിന് പറ്റിയ ലീഡ് ലൈനും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. പിന്നെ ഹുക്ക് കാര്യങ്ങൾ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഞാൻ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ ഓക്കെ, എന്തായാലും ബാക്കി ഞങ്ങൾ സംഭവത്തിലേക്ക് കടക്കട്ടെ.